നമ്മളെല്ലാവരും തന്നെ കുട്ടിക്കാലത്ത് 1 2 3 നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഓരോരോ ഡ്രോയിങ്സ് ഒക്കെ വരച്ചാണായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഡൂഡ്ലിങ് ചെയ്യാണ്ടിരുന്ന ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു നൊക്ലാറ്റ് ഫീലിന് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ 1 2 3 പീച്ച് എന്തൊക്കെയായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഓർമ്മയില്ല, എന്നാലും ഓൾമോസ്റ്റ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1 2 3 ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഡ്രോയിങ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ 1 ഉപയോഗിച്ച് ഞാൻ ചെയ്തു. അപ്പോൾ 1 ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഫസ്റ്റ് ആലോചിച്ചതൊരു കൊടിമരം പോലെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്കാമെന്ന്. പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ചെന്നാൽ അതൊരു കുഞ്ഞി ഡൈനിങ് ടേബിൾ പോലെ ബീച്ചിലൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഇതിൽ ചെറുതായിട്ട് ചെയ്തു. പക്ഷെ അതെനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞിട്ട് 2. അപ്പോൾ 2 പണ്ട് പക്ഷിയായിരുന്നു, അതെങ്ങനെയാണെന്ന് ഞാൻ മറന്നുപോയി. എന്തായാലും തൽക്കാലം ഒരു പക്ഷിയെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇപ്പോൾ ചെറിയൊരു കോഴിയുടെ കട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ താറാവായിരുന്നു ഒന്നുകൂടെ നല്ലത്. അപ്പോൾ വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റായി വരുന്നുണ്ട്. 2 കാലോടെ വെച്ച് കൊടുത്തേക്കാം. ഇനി 3 പീച്ച് പൂമ്പാറ്റയായിരുന്നോ കോഴിയായിരുന്നോ എന്തോ ഒരു സാധനം ഉണ്ട്. ഇനി പൂച്ചയായിരുന്നോ? പൂച്ചയും വേണം. ആരൊക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ലാസ്റ്റ് എലിയെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എലിയുടെ ഷേപ്പ് ഇങ്ങനെയൊന്നുമല്ല, എലിയാണെന്നങ്ങ് വിചാരിക്കുക. 2 ചെവി വെച്ച് കൊടുത്തിട്ടുണ്ട്, ചെവി എലിക്കില്ല. അപ്പോൾ തൽക്കാലം നമുക്കത് പൂച്ചയുടെ ബാക്കായിട്ട് കണക്ക് കൂട്ടുക. പിന്നെ 4 ഉപയോഗിച്ച് കാറ് വരയ്ക്കാം, കൈറ്റ് വരയ്ക്കാം. 4ഉം 7ഉം 2 ഉപയോഗിച്ച് നമുക്ക് കൈറ്റ് വരയ്ക്കാം. 7 ഉപയോഗിച്ച് കാറ് വരയ്ക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നടക്കും. 5 ഉപയോഗിച്ച് പക്ഷി തത്ത ഒരു മസ്റ്റാണ്. അപ്പോൾ എൻ്റെ തത്തയെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ടൊരു സംതൃപ്തി വന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു വരയും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ കറക്റ്റ്. പക്ഷേ തത്തയ്ക്കൊരു കാലൊക്കെ വേണമല്ലോ, കാല് വെച്ച് കൊടുത്തേക്കാം. അടുത്തത് 6 കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് തൊപ്പി വെച്ച ക്രിസ്മസ് അപ്പൂപ്പനെയാണ്. അപ്പോൾ നമുക്ക് തൊപ്പിയാക്കാം. പക്ഷേ ഈ തൊപ്പി കണ്ടിട്ട് എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ലുക്ക് തോന്നുന്നില്ല ഗൈസ്. ഇരിക്കട്ടെ, എന്തിനാ ഞാനായിട്ട് കുറയ്ക്കുന്നത്. ഒരു കുഞ്ഞു വാവയുടെ ഫീല്. സാരമില്ല. ഇനി അടുത്ത നമ്പർ 7 ഉപയോഗിച്ച് കൈറ്റായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്ലാൻ. പക്ഷെ കൈറ്റ് ഓൾറെഡി ചെയ്തുകൊണ്ട് ഇച്ചിരി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഇരിക്കട്ടെ. ഒരു വീടായിക്കോട്ടെ, സിമ്പിളായിട്ട്. റെഡി, നല്ല ഗ്രാമീണ വീട്. ഇനി ഒരു മേൽക്കൂര സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. വേണ്ട, ഫുൾ മേൽക്കൂര ഒക്കെ ചേന്ന് വരച്ചു കൊടുക്കാം. സെറ്റ്. എന്താ ഭംഗി, ഗ്രാമീണ വീട്. അടുത്തത് 8 ഉപയോഗിച്ച് നമുക്ക് ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന മറ്റേ കുഞ്ഞു പിള്ളേരെ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കൂലേ, അങ്ങനത്തെ ഒരു ഫീൽ വന്നു. നമുക്കത് തന്നെ ചെയ്യാതുകൊണ്ട് 8 ഉപയോഗിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പൂമ്പാറ്റയാണോ അതോ 9 ബീച്ചാന്ന് തോന്നുന്നു. 9 ഉപയോഗിച്ച് പൂമ്പാറ്റ, അത് മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. എന്തായാലും അതും ചെയ്തു. പൂമ്പാറ്റയ്ക്ക് കുറച്ച് ഭംഗിയൊക്കെ ഇരിക്കട്ടെ, എന്തിനാണ് ഞാനായിട്ട് കുറയ്ക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒന്നുമില്ലല്ലോ, അപ്പോൾ ഇച്ചിരി കളറാവട്ടെ. ഇനി അടുത്തത് 10. ഫൈനലി 10 കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു ഉരുളക്കിഴങ്ങിനെയാണ്. 10ൻ്റെ മറ്റേ 0 കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഉരുളക്കിഴങ്ങാണ്. സോ ഉരുളക്കിഴങ്ങല്ല, പക്ഷേ വരച്ചു വന്നപ്പോൾ ഞാൻ വേറെന്തോ സാധനമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തോ ഒരു കായ്ക്കുള്ള പേര് ഞാൻ ഇട്ടിട്ടില്ല. എന്തായാലും വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ചാനലിൽ കയറി ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ